സൗഫി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് പിന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ തന്നെ നമ്മളത് ഒഴിവാക്കി. ഓരോ നേരത്തെ സിറ്റുവേഷൻസ് ആണല്ലോ. അടുത്ത ഫോർച്യൂണറിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത്. ഫോർച്യൂണർ വാങ്ങണതല്ലല്ലോ, നമുക്ക് എന്താന്ന് വെച്ചാൽ ഫോർച്യൂണർ പിന്നെയും വാങ്ങാം. രക്തബന്ധങ്ങൾ അങ്ങനെ വാങ്ങാൻ കഴിയില്ല. സ്വയം കരുവാരി തേച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. അത് നമുക്ക് അത് ആസ്വദിക്കണമെങ്കിൽ നമ്മള് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കണ്ടേ. അല്ലാതെ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ഫോർച്യൂണർ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ സൗഫി ചക്കരയുടെ കുഞ്ഞിനെ കാണാൻ വരാത്ത രക്തബന്ധം തന്നെ ആയിരിക്കും. അതായത് വീട്ടിലൊരു ടേബിൾ ഒന്ന് തീരേണ്ട പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ കമന്റ്സ് വരുമ്പോ അതില് അവർക്ക് ഞാൻ പറയല്ലോ, ഇപ്പൊ നമുക്ക് അവര് ചാനൽ സ്വന്തമായിട്ട് ഉള്ളപ്പോ അവർക്ക് അവരുടെ തിരി കയറ്റാൻ വേണ്ടി കുറച്ച് കമന്റ്സ് വരുമ്പോ അവരത് കാണുമ്പോ അവർക്കത് ഇടങ്ങാറാവുമ്പോ അവരതിന് റിപ്ലൈ കൊടുക്കുമ്പോ അത് ഇപ്പുറത്ത് വലിയ പ്രശ്നമാവും. ചെറിയ സിസ്റ്റേഴ്സ് തമ്മിലുള്ള സൗന്ദര്യ പണക്കപ്പങ്ങളാണ്. ഇപ്പോ ഇവളുടെ ക്ലിപ്പ് പോയി കഴിഞ്ഞാല് തെറ്റെടുക്കും. ഇവളല്ല, സാധാരണ സിസ്റ്റേഴ്സ് എന്താവും, ഇന്റെ ചുരിദാർ ഓടിട്ട് പോയി, അല്ലെങ്കിൽ ഇന്റെ കുട്ടിയുടെ ഇത് മുറിക്കുമ്പോ വെച്ച് വന്നില്ല, ചിലപ്പോ അങ്ങനത്തെ ഓരോ സംഭവങ്ങളാവാം. ഞാൻ ഓൽക്കൊക്കെ നമ്മള് ചാനല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്റെ അത്ര ഇത് ഓൽക്ക് അറിയണ്ടോന്ന് ഞാൻ വലിയത്തരം പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ആളുകൾ എങ്ങനെ പറയും, ആളുകൾ ഏത് രീതിക്ക് എടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളങ്ങനെ ഒഴിവാക്കലാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയൂല, കാരണം നമുക്കൊരു പ്രൈവസി ഉണ്ട്. വീട്ടിലൊരു പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയത്തെ ആളുകളെ അതിൽ ഒരിക്കലും കുറ്റമല്ല, കാരണം നമ്മൾ പറയേണ്ടതാണല്ലോ അവരത് കേൾക്കുന്നത്. നൗഫലിന് ഒരു വൈഫ് വന്നല്ലോ, അപ്പൊ മരുമോളെ ആണോ നൗഫലിനെയാണോ കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ ഞാൻ മരുവോളും അമ്മായിയും മുണ്ടല്ലാതെ എല്ലാ കമന്റും അമ്മായിമ്മ മരുവോളോട് മുണ്ടൂല, മരുവോളം അമ്മായിമാനോട് മുണ്ടൂല. വായികളും കമന്റുകളൊക്കെ അങ്ങനെ മുണ്ടുകൾ. ഞങ്ങൾ ഒരു 10 മിനിറ്റ് വീഡിയോ. ഈ 3 മക്കളിൽ ആരോ പാവം? അത് മാത്രം പറയണ്ട. അങ്ങനത്തെ ചോദ്യം ശരിക്കും ആരോട് ചോദിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്നതാണ്. ആണോ? 3 ആളും ഒരുപോലെ. ഈ 3 പേരും നുള്ളിയെ വരുത്തണ്ടായില്ലേ? അതുപോലെ തന്നെ